നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള NDA മുന്നണിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുൻ CPI നേതാവ് CC മുകുന്ദൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിൽ ശുദ്ധികലശം ചടങ്ങിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. ശാസ്താവിന് 108 കരിക്ക അഭിഷേകവും നെയ്യും സമർപ്പിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള NDA മുന്നണിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുൻ CPI നേതാവ് CC മുകുന്ദൻ NDAയ്ക്കായി മത്സരിക്കും. NDA പുറത്തിറക്കിയ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 39 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചത്. നാട്ടിക മണ്ഡലത്തിൽ മുൻ MLAയും CPI നേതാവുമായിരുന്ന CC മുകുന്ദനാണ് NDA സ്ഥാനാർത്ഥി. ഇതോടെ നാട്ടിക മണ്ഡലം ആവേശകരമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് വേദിയാവുക. പുതുക്കാട് മണ്ഡലത്തിൽ A നാഗേഷാണ് NDA സ്ഥാനാർത്ഥി. ബിജോയ് തോമസ് ഒല്ലൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. TS ഉല്ലാസ് ബാബുവാണ് വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥി. ഗുരുവായൂർ നിയോജക മണ്ഡലം പിടിക്കാൻ B ഗോപാലകൃഷ്ണനെയാണ് NDA സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിൽ ശുദ്ധികലശം ചടങ്ങിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പ്രസാദശുദ്ധി, അസ്ത്രകലശം, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നിവ നടന്നു. വെള്ളിയാഴ്ച ചതുശുദ്ധി, ധാര, കുണ്ഡശുദ്ധി, ശനിയാഴ്ച പ്രായശ്ചിത്ത ഹോമം, ശാന്തിഹോമം, പഞ്ചഗവ്യം, പഞ്ചകം എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ തത്വഹോമം, തത്വകലശ പൂജ, വലിയ പാണി, ഉച്ചയ്ക്ക് തത്വകലശാഭിഷേകവും ഉണ്ടാകും. വൈകിട്ട് ബ്രഹ്മകലശ പൂജ, കർക്കരി, കുംഭേശ കലശ പൂജ, പരികലശ പൂജ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവ നൽകും. തിങ്കളാഴ്ച അധിവാസം വിടർത്തി പൂജ, പരികലശ പൂജ, 108 പരികലശം, വലിയ പാണി കൂടാതെ സ്വർണ്ണക്കുടത്തിൽ ബ്രഹ്മകലശാഭിഷേകവും നടക്കുന്നതാണ്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂര ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. ശാസ്താവിന് 108 കരിക്ക് അഭിഷേകവും നെയ്യും സമർപ്പിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ച പുലർച്ചെ 4 വിശേഷാൽ പൂജ കഴിഞ്ഞ് ശാസ്താവിന് 108 കരിക്ക് അഭിഷേകം സമർപ്പിച്ചു. തുടർന്ന് 5:15 ചുറ്റുവിളക്ക് ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് പൂരത്തോടനുബന്ധിച്ചുള്ള നെയ്യ് സമർപ്പണം ആരംഭിച്ചു. ക്ഷേത്രം നടപ്പുരയിലെ വലിയ ഓട്ടുചരക്കിൽ ശാസ്താവിനുള്ള നെയ്യ് ഭക്തർ സമർപ്പിച്ചു. ഇതോടെ സമ്പൂർണ്ണ നെയ്വിളക്കിൽ ഭാഗമാകാനുള്ള അവസരമാണ് ഭക്തർക്ക് കൈവന്നത്. വിവിധ ദേശങ്ങളിലെ നൂറുകണക്കിന് ഭക്തർ നെയ്യ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ദേശക്കാരുടെ സമർപ്പണമടക്കം 3 ചുറ്റുവിളക്കുകൾ സമ്പൂർണ്ണ നെയ്വിളക്കായാണ് നടത്തിയത്. ഗ്രാമബലി വരെയുള്ള 13 ദിവസങ്ങൾ നെയ്ത്തിരിയായാണ് ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും തെളിയിക്കുക. പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഭക്തവത്സലനായ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തർക്ക് നെയ്യ് സമർപ്പിക്കാനുള്ള സൗകര്യം ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൂരത്തിന്റെ ഭാഗമായുള്ള 13 ദിവസങ്ങളിൽ 23 ചുറ്റുവിളക്കുകളാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തെളിയിക്കുന്നത്. ദിവസവും രാവിലെ 5-നും വൈകിട്ട് 5:30-ക്കുമുള്ള ചുറ്റുവിളക്കിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭക്തർ സമർപ്പണമായി നൽകിയതാണ് ചുറ്റുവിളക്ക്. പൂരദിവസങ്ങളിൽ ആറാട്ടുപുഴ ക്ഷേത്രം പൂമാലകളാൽ അലങ്കരിക്കപ്പെടും. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചിരാതുകൾ, 2 ദീപസ്തംഭങ്ങൾ, ചുറ്റുമതിലിലെ കൽവിളക്കുകൾ എന്നിവയിലെല്ലാം ഭക്തജനങ്ങളാണ് തിരി തെളിയിക്കുന്നത്. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. പെരിങ്ങോട്ടുകരയിലാണ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഐശ്വര്യത്തോടുകൂടിയുള്ള മഴ പെയ്തുകൊണ്ടാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഓഫീസ് മെയ് മാസം 4-ാം തീയതി നടക്കാൻ പോകുന്ന വോട്ടെണ്ണൽ കഴിയുമ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഗീതാ ഗോപിക്ക് വിജയം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഓഫീസിന് കഴിയണം. നിങ്ങളെല്ലാവരുടെയും ഭാഗത്തോടുകൂടി ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സഖാവ് വർഗീസേട്ടനാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്.
പക്ഷേ ഇന്ന് ചാലക്കുടിയുടെ ചുമതലയുള്ള സ്ഥലമാണ് വർദ്ധിച്ചത്. അപ്പോൾ വളരെ അടിയന്തരമായി അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതുകൊണ്ട് പെട്ടെന്നാണ് പരിപാടിയിൽ മാറ്റം വരുത്തി വരാൻ പറ്റാത്തത് എന്നെ ബലപ്പെടുത്തി. നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഇന്നത്തെ ദിവസം അടങ്ങി 22 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനിടയിൽ ഈസ്റ്ററും ദുഃഖവെള്ളിയാഴ്ചയും അതുപോലെ റംസാനും ആറാട്ടുപുരവും തിരുവനന്തപുരം അടക്കമുള്ള നിരവധി ഒഴിവു ദിവസങ്ങൾ കഴിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു 16-17 ദിവസം മാത്രമാണ് മാക്സിമം നമുക്കുണ്ടാവുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തേണ്ട സന്ദർഭമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ഗീത ഗോപി ആർക്കും ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. 10 കൊല്ലക്കാലം നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിന് MLA ആയി പ്രവർത്തിച്ച ആളാണ്. നാട്ടിക നിയോജകമണ്ഡലം ഉണ്ടായ അന്ന് മുതൽ 10 കൊല്ലക്കാലം MLA ആയി പ്രവർത്തിച്ച ആളാണ് ഗീത ഗോപി. ആ 10 കൊല്ലക്കാലം കൊണ്ട് ഈ നാട്ടിക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മറക്കാൻ പറ്റാത്ത നിരവധി വികസന പരിപാടികൾ അദ്ദേഹം ഗീത ഗോപി നടപ്പാക്കിയിട്ടുണ്ട്. CPM ചെയർപേരിയ ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ, NCP ജില്ലാ പ്രസിഡന്റ് CL ജോയ്, ഷീന പറയങ്ങാട്ടിൽ, ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാര വിജയിയെ പ്രഖ്യാപിച്ചു. പഴൂര് അപ്പുക്കുട്ടനാണ് പുരസ്കാര വിജയി. പെരുവനമാറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി തുടരുന്ന സേവനമാണ് പഴൂർ അപ്പുക്കുട്ടനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തങ്കപ്പതക്കവും കീർത്തിഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പെരുവനമാറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി, 25 വർഷം കോടന്നൂർ ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി, 47 വർഷം പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ച പഴൂർ അപ്പുക്കുട്ടൻ നിലവിൽ രക്ഷാധികാരിയാണ്. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. നാട്ടികയ്ക്ക് പരിചയപ്പെടുത്തേണ്ട മുഖമല്ല, നാട്ടികയുടെ സുപരിചിതമായ മുഖമാണ്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നാട്ടികക്കാർക്ക് അത് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വം തന്നെയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ടിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് നാട്ടികയും നാട്ടികയുടെ മണ്ണും. എങ്ങനെ നോക്കുന്നു? 10 വർഷം ഈ നാട്ടിക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഈ മണ്ഡലത്തിലെ MLA ആക്കിയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഖാക്കൾ, സഹപ്രവർത്തകർ. ചരിത്രമുറങ്ങുന്ന അന്തിക്കാടിൻ്റെ ഈ സമരഭൂമിയിൽ നിന്നാണ് ഇന്ന് എൻ്റെ പ്രചരണം തുടങ്ങുന്നത്. ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാക്കളുടെ സാന്നിധ്യത്തിലാണ് ഞാനിന്ന് അന്തിക്കാട് പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ചരിത്രമുറങ്ങുന്ന ഈ സമരഭൂമിയിൽ തീർച്ചയായിട്ടും അന്തിക്കാടിൻ്റെ വോട്ടർമാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അവർ തന്നെയാണല്ലോ 2 തവണകളിലായി 10 വർഷം നിയമസഭയിൽ എന്നെ പറഞ്ഞയച്ചത്. ആ ജനം അന്തിക്കാടിൽ നിന്ന് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഞാൻ വോട്ടർമാരെ കാണുന്നു. അവരുമായി വോട്ടഭ്യർത്ഥിക്കുകയാണ്. പൂർണ്ണ വിശ്വാസം, എല്ലാ തലത്തിലുള്ള ആത്മവിശ്വാസം ഈ നാട്യ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ 10 വർഷത്തെ അംഗീകാരം വീണ്ടും തുടർ ഭരണത്തിന് വേണ്ടി ഈ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ നാട്ടികയുടെ മണ്ണ് ഇടതിൻ്റെ മണ്ണാണ്. ചുവപ്പിൻ്റെ ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. പക്ഷേ ഈ കുറി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായിട്ട് യഥാർത്ഥത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. അതിന് നമുക്കറിയാൻ പറ്റും, നിലവിലത്തെ MLA ഒരുപക്ഷെ LDFൻ്റെ നിന്ന് മാറി MLA സ്ഥാനം രാജിവെച്ച് ഒടുവിൽ BJPയുടെ അങ്കത്തട്ടിൽ നിൽക്കുന്നു, മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരാശയം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് കൊടുക്കുന്ന ചില ചോദ്യങ്ങൾ, ഇത് എത്തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? യഥാർത്ഥത്തിൽ ഇത് തീരുമാനിക്കേണ്ടത് ജനമാണ്. ജനങ്ങൾ ഏത് ആശയത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം 9-ാം തീയതി പോളിംഗ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊന്നും നമുക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും നേരത്തെ എൻ്റെ സഖാക്കൾ സൂചിപ്പിച്ചത് വ്യക്തമായ മറുപടിയാണ്. ആ മറുപടിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നെ ഏൽപ്പിച്ച ജോലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ടർമാരെ കാണുക,
കഴിയുന്നതും അവരരികിലെത്തുക, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്ത വികസനങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അത് നെഞ്ചിലേറ്റി അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുക. ഇതാണ് മുന്നണി സംവിധാനത്തിന് എന്നെ ഏൽപ്പിച്ചത്. ആ ജോലിയുമായിട്ട് ഞാൻ നന്ദിക്കാടിൻ്റെ സമരവീതിയിലൂടെ പോവും. നിങ്ങളും കൂടെ ഉണ്ടാവണം. ചുരുങ്ങിയ സമയമേ ഉള്ളൂ, വലിയ ഓട്ടപ്രദേശമാണ് അല്ലേ? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് തുടങ്ങും? എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം? ഒരു 6:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇത് ടൈം കൂടാൻ പോവാണ്. സമയമില്ല, ഒരിക്കലുമില്ല. 5 മണിക്ക് കടപ്പുറത്തെത്തും. തീരദേശ മേഖലയാണ്, കടലോര മേഖലയാണ്. കടലും കായലും മലയോരവും കൈക്കോർത്ത് പിടിക്കുന്ന നാട്ടികയാണ്. 10 വർഷം എനിക്കറിയാലോ അതിൻ്റെ പൾസ്. അതുകൊണ്ട് 2 ദിവസം കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണാൻ പുലർച്ചെ എത്തണം. കടലിൽ പോകുന്ന ആളുകളെയും കാണണം. അപ്പം മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന വളരെ കഠിനാധ്വാനികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കാണുക എന്നുള്ള ദൗത്യം എൻ്റെ രണ്ടാമത്തെ പ്രചരണമാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ എന്നെ കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ഞങ്ങൾ ആ പ്രവർത്തനമായി തിരക്കുണ്ട് എങ്കിൽ ഒറ്റ കാര്യോട് ചോദിക്കുന്നു. 10 വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഈ നാട്ടിക മണ്ണ്. വീണ്ടും ഒരു 5 വർഷം കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം എന്തായിരിക്കും? കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ള സംവിധാനം. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കേരളത്തിലുടനീളം വളരെ ഫലപ്രദമായി നടത്തിയ പ്രൊജക്റ്റ്. അതുതന്നെയാണ് എനിക്കും കിട്ടിയത്. MLA ആയിരിക്കുമ്പോൾ കിഫ്ബി പ്രൊജക്റ്റിലൂടെ 34 കോടി രൂപ നമ്മുടെ അന്തിക്കാട്, താന്യം, ചാഴൂർ കുടിവെള്ള മേഖലയിൽ ഏറ്റവും ഗുരുതരമായ വിഷയം നിലനിൽക്കുന്നതും അത് നിയമസഭയ്ക്കകത്ത് പ്രകടമാക്കിയതിൻ്റെ ഭാഗമായി 34 കോടി രൂപയുടെ താന്യം, അന്തിക്കാട്, ചാഴൂർ കുടിവെള്ള പാക്കേജ്, തീരദേശ മേഖല കുടിവെള്ളം ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന 90 കോടിയുടെ കുടിവെള്ള പാക്കേജ്, ഇതെല്ലാം ഓൺഗോയിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ചിറക്കൽ വലിയൊരു പ്ലാന്റാണ് അവിടെ നിർമ്മിക്കുന്നത്. അന്തിക്കാടും പ്ലാന്റിൻ്റെ വർക്ക് ഓൺഗോയിങ് ആണ്. കുറേയും കൂടി വർക്കുകൾ ഒരു 8 മാസം ആകുമ്പോഴേക്കും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് കംപ്ലീഷൻ ആവുന്നതോടുകൂടി 3 പഞ്ചായത്തിലെ എൻ്റെ ജനങ്ങൾക്ക് കുടിവെള്ളം 24 മണിക്കൂറും കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഫലപ്രദമായി എനിക്ക് നടപ്പിലാക്കാൻ കഴിയും. അതിന് ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആ കോടിക്കണക്കിന് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ജനങ്ങളെന്നെ ഏൽപ്പിക്കും. ഞാൻ തുടക്കം തന്നെ ഈ ഒരു ഞങ്ങളുടെ അഭിമുഖം അവസാനിപ്പിക്കാൻ മുൻപായിട്ടൊരു കാര്യം, നാട്ടികയുടെ നന്മ എന്തായാലും നല്ലൊരു ടൈറ്റിലാണ്. ആ ഒരു നന്മകളാൽ സമൃദ്ധമായി തീരട്ടെ. അന്തിക്കാടും താന്യവും പാർളവും ചേർപ്പും എല്ലാം ചേർന്ന നാട്ടികയുടെ മണ്ണ് വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന വലിയൊരു ആത്മവിശ്വാസത്തിലാണ് LDFന്റെ ക്യാമ്പ്. എല്ലാവിധ ഭാവുകങ്ങളും ടീം മീഡിയ4 നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ, ഓട്ടപ്രദർശനം നടത്തണം, പരമാവധി ആളുകളിലേക്ക് എത്തണം. ആ ഒരു ആവേശത്തിൽ തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി എന്നെ നെഞ്ചിലേറ്റിയ എൻ്റെ ജനങ്ങൾ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വോട്ടുകൾ നൽകി എന്നെ നിയമസഭയിലെത്തിക്കണം. തുടങ്ങി വെച്ചതും പുതിയതായി ആരംഭിക്കേണ്ടതുമായ വികസന പദ്ധതികൾക്കായി നിങ്ങളിലൊരാളായി ഞാനുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള അഡ്വക്കേറ്റ് MP സുകുമാരൻ സ്മാരക പുരസ്കാരം മേള പ്രമാണികൻ കിഴക്കൂട്ട് അനിയന്മാരാർക്ക് സമ്മാനിക്കും. 10,000 രൂപയാണ് പുരസ്കാര തുക. കൊച്ചിൻ ദേവസ്വം ബോർഡ്, പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് എന്നിവർ സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. പെരുവനം പൂരം നടക്കുന്ന ഈ മാസം 27 വൈകിട്ട് 6 മണിക്ക് പെരുവനം ക്ഷേത്രത്തിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണം നടത്തുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ. തൃപ്രയാറിൽ ആവേശകരമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് UDF സ്ഥാനാർത്ഥി തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ ചവറ്റുകൊട്ടയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയം കൊണ്ട് സാരഥി കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ച തുറന്ന ജീപ്പിലായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലുമായി നിരവധി പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തത്. നാട്ടിക, തൃപ്രയാർ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റിയായിരുന്നു UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എല്ലായിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്.
ചാത്തക്കുളം ശാസ്താവിന്റെ പൂരങ്ങൾക്ക് ഈ മാസം 24-ന് കൊടിയേറും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ഗ്രാമരക്ഷകനാണ് ചാത്തക്കുളം ശാസ്താവ്. 24 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊടിയേറ്റ് ചടങ്ങിന് തുടക്കമാകും. ദേശത്തെ ആശാരിയായ ഭാസ്കരൻ തെക്കൂട്ടിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തലയോടുകൂടി മുറിച്ചെടുത്ത കവുങ്ങ് ക്ഷേത്രത്തിലെത്തിക്കും. ആർപ്പ് വിളികളോടെയാണ് ചടങ്ങ് നടക്കുക. ആശാരിയായ ഭാസ്കരൻ തെക്കൂട്ട് ചെത്തിമിനുക്കിയ കവുങ്ങിൽ പഞ്ചഭൂതങ്ങളെ സങ്കല്പിക്കും. തുടർന്ന് കവുങ്ങിൽ 5 ഇടങ്ങളിൽ ആലിലെയും മാവിലെയും കൂട്ടിക്കെട്ടും. ഒരു നാഴിവട്ടം ദർഭപുല്ല് കവുങ്ങിന്റെ കടയ്ക്കലിലും കെട്ടിവെക്കും. തുടർന്ന് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രം കഴകക്കാരൻ ഹരിദാസ് വാര്യർ കൊടിക്കൽ പറ നിറയ്ക്കുന്നതോടെ കൊടിയേറും. കൊടിയേറ്റത്തിനു ശേഷം കുറുവേല അടിയന്തരം ചുമതലയുള്ള കല്ലാറ്റു ശിവൻ കുറുപ്പ് ശംഖ് വിളിച്ച വലംതലയിൽ കൊട്ടിവെക്കും. തുടർന്ന് രാത്രി ശ്രീഭൂതബലി നടക്കും. കൊടിയേറ്റത്തിനു ശേഷം ചമയദ്രവ്യ സമർപ്പണവും നടക്കും. പൂരങ്ങൾക്കാവശ്യമായ നവീകരിച്ച പട്ടുകുടകൾ, നെറ്റിപ്പട്ടങ്ങൾ, മണിക്കൂട്ടം എന്നിവ ഭക്തർ ശാസ്താവിന് സമർപ്പിക്കും. ഓണപ്പുടവ, തിരുവുടയാട, വസ്ത്രം, നെയ്യ് എന്നിവയും സമർപ്പിക്കും. നൂറുകണക്കിന് ഭക്തരാണ് ശാസ്താവിന്റെ സന്നിധിയിൽ എണ്ണ സമർപ്പിക്കുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,925 രൂപ, പവന് 1,11,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള NDA മുന്നണിയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുൻ CPI നേതാവ് CC മുകുന്ദൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിൽ ശുദ്ധികലശം ചടങ്ങിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. ശാസ്താവിന് 108 കരിക്ക അഭിഷേകവും നെയ്യും സമർപ്പിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.